ഹായ് ഹലോ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ കേക്ക് നമുക്കിന്ന് ഒരു 1/2 kg കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്കിന് നമ്മൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഒരു ഡയബറ്റിക്കാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ വിസ്മയാണ് കേട്ടോ ഈ ഒരു കേക്ക് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മധുരം മാക്സിമം കുറക്കാൻ പറ്റുന്നിടത്തോളം കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് നമ്മൾ സ്പഞ്ചിൽ കുറച്ചിട്ടുണ്ടായിരുന്നു. ഷുഗർ ആഡ് ചെയ്തതിൽ 1 കപ്പൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വെറ്റ് ചെയ്തിട്ടുള്ളത് നോർമൽ മിൽക്ക് യൂസ് ചെയ്തിട്ടാണ്. അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിയൊക്കെ സെയിം നമ്മൾ ക്രീമൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടേ. ഞാൻ 5 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് 2 സൈഡിലാക്കിയിട്ട് തിരിച്ച് വെച്ച് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബട്ടർഫ്ലൈയിൽ ഈ ഒരു ഷേപ്പിൽ കേക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ. കാരണം നമ്മൾ ചെയ്യാത്ത വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചെയ്ത വർക്ക് സെയിം പിന്നെയും ചെയ്യുമ്പോൾ അത് ഒരു മടുപ്പുമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കൊരു 2-3 മാസം മുന്നേ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അവർ കളറും ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നേരത്തെ മോഡൽ തന്നതുകൊണ്ട് നമ്മളും ഈ ഒരു മോഡലായതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇത് ചെയ്യാൻ. അപ്പോൾ നല്ല ടൈം എടുത്തിട്ട് നമുക്ക് നേരത്തെ ഇത് ചെയ്ത് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്ന ഓർഡറാണല്ലോ. കേക്ക് ഉണ്ടല്ലോ, നമ്മൾ അവരെ ബേബീൻ്റെ ഡ്രസ്സിൻ്റെ കളർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 ഷെയ്ഡിലാണ് കേട്ടോ അവർ ഡ്രസ്സ് വന്നിട്ടുള്ളത്. നമ്മളെ ഒരു ലൈറ്റ് ബ്ലൂവും പിന്നെ ഒരു യെല്ലോയും പിന്നെ ഒരു പീച്ച് കളറും അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഇതൊരു പീച്ച് കളറാണ് കേട്ടോ. നമ്മൾ റെഡ് കളർ ഒരു ഇത്തിരി ഡ്രോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പീച്ച് കളർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ അതൊരു പിങ്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത് ഞാൻ ഓൾമോസ്റ്റ് കൊണ്ടുപോകുന്ന ടൈമൊക്കെ ആയപ്പോക്കിന് ഇപ്പോൾ കളർ കറക്റ്റാണ്. പക്ഷേ കൊണ്ടുപോകുന്ന ടൈം ആകുമ്പോക്കിന് അതൊരു പിങ്ക് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ഷെയ്ഡിലാണ് മോളുടെ ഡ്രസ്സ് വന്നിട്ട്. ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് വലിക്കാനുള്ള മോഡലായിരുന്നു കേട്ടോ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്തോ നമ്മൾ വിചാരിച്ച പോലെ എയർ ബബിൾസ് കയറിയതുകൊണ്ടായിരിക്കും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനത് സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ അപ്പം തോന്നിയത് അങ്ങനെ ആക്കാനാണ്. പക്ഷേ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു 3 ഷെയ്ഡും ഈ ഒരു കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ചെയ്തതിൽ ഓരോ കേക്കിന് ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ചെയ്തതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കേക്കാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് എൻ്റെ ബോഡി പാർട്സ് വെച്ച് കൊടുക്കുകയാണ്. അതാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം അത് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ ഐസും പിന്നെ ആ ഫ്രണ്ടിലുള്ള ആ കൊമ്പ് പോലെയുള്ളത് ഞാൻ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ ആ ഷേപ്പിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മുകളിൽ വെച്ച ആ ഒരു ബോഡി പാർട്സ് സൈസ് ബോറാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് ചെറുത് ഒന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി മുകളിലായിട്ട് വൈറ്റ് പേൾസ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സൈസ്. കേക്ക് 1/2 kg ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവർ നേരത്തെ വരും, 10 മണിയാകുമ്പോഴേക്കും കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ എന്ന് പറഞ്ഞു, ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എൻ്റെ കൈ ഒന്ന് അതിൽ പിന്നെയും പോയി തട്ടി. അതങ്ങനെയാണ് കേട്ടോ. അധികേറും ആ പാക്ക് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. അപ്പോൾ ഇനി അതൊന്ന് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ആ ഒരു യെല്ലോ കളറിൽ മാത്രമുള്ള ക്രീം ഇനിയില്ല. നമ്മളെല്ലാ ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് മുകളിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇനിയുള്ള ക്രീം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലും അതിലേക്ക് അങ്ങനെ ബോറായിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ പറഞ്ഞ് 10 മണിയായപ്പോക്കിന് തന്നെ ഞാനത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചപ്പോഴാണ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ബട്ടർഫ്ലൈ കേക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ റേറ്റ് മേടിക്കുക എന്നുള്ളത് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ റേറ്റ് മേടിക്കാം. കാരണം നമ്മൾ റൗണ്ട് കേക്കും സ്ക്വയർ കേക്കും ചെയ്യുന്ന പോലെയല്ല, അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിങ് ആയാലും നമ്മളിത് ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 50 രൂപ 100 രൂപ ഒക്കെ മേടിക്കാം കേട്ടോ. ഓരോന്നിനനുസരിച്ച് നമ്മളെ ഓരോരുത്തരെ ഓരോ റേറ്റ് ആണല്ലോ ഫിക്സ് ചെയ്യുക. അങ്ങനെ റേറ്റ് മേടിക്കാം. നമ്മളിപ്പോൾ ബാർബി കേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോൾ കേക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ റേറ്റ് എക്സ്ട്രാ മേടിക്കാറുണ്ടല്ലോ. നമ്മൾ വേറെ എക്സ്ട്രാ ഷേപ്പ് ആക്കുമ്പോൾ നല്ലോണം ടൈം എടുക്കും കേട്ടോ ആ ഒരു ഷേപ്പായി കിട്ടാൻ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കേക്കൊക്കെ ഞാൻ ബോക്സ് ചെയ്തിട്ട് നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്.
ഇപ്പം ഞാനിവിടെ വെള്ളരിക്ക കറിയാണ് കേട്ടോ ചെയ്യണത് ഇന്ന് ഉച്ചക്കൊക്കെ. ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത കേക്ക് ചെയ്യാം. പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ വന്നു പെട്ടെന്ന് ഓർഡർ വരും. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പെൻഡിങ് ആയി കിടക്കും കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കലായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും അവിടെ പെൻഡിങ് ആയി കിടക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. ഇതിപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ. ഇതിപ്പോൾ പെട്ടെന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇനിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അല്ലു ഉറങ്ങുന്ന ടൈമിൽ ആ ഒരു കേക്കിൻ്റെ പകുതി വർക്ക് കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുകയാണ്. ഈ ഒരു ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർക്കുമൊക്കെ നമുക്ക് നിൽക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ആ ഒരു ബട്ടർഫ്ലൈ കേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അവർ വന്നെടുത്തത്. ഇനിയുള്ളൊരു കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ചോക്ലേറ്റ് കേക്ക് ചെയ്തതിൻ്റെ ക്രീം ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. പിന്നെ ഞാൻ സെപ്പറേറ്റ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നില്ല. ഇനിയിപ്പോൾ അവർ അങ്ങനെ ഓരോ ബഡ്ജറ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3/4 കിലോനാണ് കേട്ടോ. അങ്ങനെ ഓരോ കസ്റ്റമർക്കും ഓരോ നമ്മളുടെ അടുത്ത് 3/4 കിലോൻ്റെ ഓർഡർ ഒന്നും തരാറില്ല. ഇവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 1/2 kg വേണ്ട, 1 kg വേണ്ട, 3/4 കിലോയിൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ 750 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ 4 ലെയർ വെച്ചു. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 kg തൂക്കമായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലെയർ മുകളിൽ നിന്ന് എടുത്തിട്ട് ഒഴിവാക്കിയിട്ടോ. അപ്പോൾ 3 ലെയർ കേക്കാണുള്ളത്. ഇപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് 3/4 കിലോനാണ് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ഡിസൈന് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ടീംസിനാണ് കേട്ടോ. അവിടെ നിഷുവിൻ്റെ ഫ്രണ്ടിനുള്ള കേക്കാണ്. അപ്പോൾ ഇത് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. അവർ ഓൾറെഡി നമുക്ക് മോഡൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ റോസറ്റ ചെറുതെടുത്തിട്ടാണ് കേട്ടോ വരയ്ക്കണത്. വലിയ റോസറ്റയല്ല, ചെറിയ നോസിൽ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കണത്. അപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ അത് ഒരു ബോറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒന്നും കൂടി സെയിം ഡിസൈന് അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഹൈറ്റായിട്ട് നിന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് ഭംഗി തോന്നി. ഇനി നമ്മൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷെൽ നോസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിൽ മോൾഡ് നെയിമും എഴുതിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ജുമായുടെ ടൈമിലായിരുന്നു കേട്ടോ, വെള്ളിയാഴ്ച ആയിരുന്നു ഈ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് കൊടുത്തയക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർക്കാണെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ ഈ ഒരു കേക്ക് കൊടുത്തേക്കാൻ വിചാരിച്ചത്. അപ്പോൾ ജുമാ കഴിഞ്ഞിട്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അവരുടെ അടുത്തേ കൊടുത്തേക്കുള്ളൂ. കാരണം എൻ്റെ കാല് തട്ടുമോ എന്നുള്ള ടെൻഷനാണ് കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്. സ്കൂട്ടിയിൽ നോർമലി പോണ പോലെയല്ല, കേക്കിട്ട് പോകുമ്പോൾ അത്യാവശ്യം റിസ്ക് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഡെലിവറി ചെയ്തു. ഇതിപ്പോൾ എനിക്ക് വരുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറൊന്നുമില്ല. എനിക്ക് വേണ്ടത് ഞാൻ ആ ഷോപ്പിലത്തെ ആൾക്ക് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ തിരിച്ച് വരുമ്പോഴേക്കിന് എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തിരിച്ച് വരുമ്പോൾ കൊണ്ടുവിട്ടോ അങ്ങനെ. അപ്പോൾ നോർമലി ഞാൻ പോയി കഴിഞ്ഞാൽ ഉള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ 2 ഐറ്റംസ് എടുക്കാനാണ് പോയതെന്നുണ്ടെങ്കിൽ ഞാൻ 10 ഐറ്റംസ് എടുത്തിട്ടേ ഷോപ്പിൽ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ വലിച്ച് വാരി എടുക്കും. ഇതാവുമ്പോൾ ഞാൻ പറഞ്ഞ ഐറ്റംസ് മാത്രമേ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കാണ്ട്, ഒരുപാട് ഐറ്റംസ് കുറവാണ്. അപ്പോൾ അത് ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിക്കണുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നൈറ്റിൽ ചെയ്യുന്ന കേക്കാണ് കേട്ടോ. ചോക്ലേറ്റ് കേക്കാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത്. ഫാമിക്കുള്ള കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ഓർഡർ സത്യത്തിൽ നമുക്ക് 2-3 ദിവസം മുന്നേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഡേറ്റ് എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി. ഞാൻ വിചാരിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓർഡർ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതും നൈറ്റിൽ കേക്ക് ഒരു 12 മണിക്ക് കിട്ടുമെന്ന് അവർ മെസ്സേജ് അയച്ചപ്പോഴാണ് കേട്ടോ ഞാൻ ഡേറ്റ് ഒന്ന് മുകളിലേക്ക് മെസ്സേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് ഡേറ്റ് എൻ്റെ അടുത്ത് മാറിയതാണെന്ന് മനസ്സിലായത്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്നായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കൽ. ഞാൻ കേക്ക് ഉണ്ടാക്കാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ല സമാധാനത്തിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മെസ്സേജ് വന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ വന്നിട്ടുള്ളത്. സ്പൈഡർമാൻ കേക്കാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ടോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ മുതൽ ഇപ്പോൾ എല്ലാ കേക്കും നമുക്ക് തന്നെയാണ് നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം സ്പൈഡർമാൻ കേക്കാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എയ്റോപ്ലെയിൻ കേക്കായിരുന്നു.
അതിന് മുന്നത്തെ പ്രാവശ്യം നമുക്ക് കാർത്തീൻ കേക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ മോഡൽ അവർ അയച്ചു തരും. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം അവർ അയച്ചു തന്നത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ. അവർ അയച്ചു തന്ന കേക്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അതിൽ നമ്മളെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു ഡ്രിപ്പിംഗ് ഉണ്ടായിരുന്നു. നമ്മളെ വൈറ്റ് കേക്കിൽ തന്നെയാണ്. സാധാരണ സ്പൈഡർമാൻ കേക്ക് ഒന്നുകിൽ ബ്ലൂ ആയിരിക്കും, ഇല്ലെങ്കിൽ റെഡ് ആയിരിക്കും. ഇതിപ്പോൾ വൈറ്റിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ ഡ്രിപ്പിങ് ഭയങ്കര മോശമായി പോയി. ഞാൻ കറക്റ്റ് 2:1 റേഷ്യോ തന്നെയാണ് എടുത്തതൊക്കെ. പക്ഷേങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൽ ചില ടൈമിൽ ഓവർ ലൂസാവും. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഡാർക്ക് ചോക്ലേറ്റിനെ പോലെയല്ല. അപ്പോൾ ഇത് ഒഴിക്കുമ്പോഴൊക്കെ കറക്റ്റായിരുന്നു. പക്ഷേ ചെയ്ത് വരുമ്പോഴൊക്കെ ആ ഡ്രിപ്പിങ് താഴെ വരെ എത്തുന്നുണ്ട് കേട്ടോ. ഞാൻ മെഷർമെൻറ്റിലൊക്കെ എടുത്ത് കറക്റ്റാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോഴും സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ഭയങ്കര മടി കാരണം. പക്ഷേ ഇത് എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പോൾ ടെൻഷനാണ്. കാരണം അത് നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. പറഞ്ഞ പോലെ തന്നെ ഈ ഡെക്കറേഷനൊക്കെ കഴിയുമ്പോൾ ആ ഡ്രിപ്പിങ് താഴെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തന്ന മോഡലും ഇതും തമ്മിൽ അത്യാവശ്യം ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ അതിലെല്ലാ ഐറ്റംസും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് അവരിവിടെ വന്നിട്ട് പിക്ക് ചെയ്തു കേട്ടോ. ഉച്ചയ്ക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മോൻ്റെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തായിരുന്നു. ആ ഒരു കളർ തന്നെ കേട്ടോ. കാരണം മുകളിൽ സ്റ്റാർ വെച്ചല്ലോ, ആ ഒരു ബ്ലൂവും മോൻ്റെ നെയിമൊക്കെ സെയിം കളറിലായതുകൊണ്ട് അതൊക്കെ നമ്മൾ ഒരുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ പാക്ക് ചെയ്യണത് എങ്ങനെയെന്ന് കാണിക്കാം. ഇതിപ്പോൾ ഒരു ടോൾ ബോക്സിലല്ല കേട്ടോ, ഞാൻ നോർമൽ ബോക്സിലാണ് വെക്കുന്നത്. അപ്പോൾ ബാക്കി ഹൈറ്റിൽ നിൽക്കുന്ന ഭാഗമായിട്ട് കേക്ക് ഞാൻ സൈഡിലായിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള സൈഡിലുള്ള ഈ ഓപ്പണിംഗ് ഉള്ള ഏരിയയിൽ ഞാൻ ക്ലിംഗ് റാപ്പായിട്ട് കവർ ചെയ്യുകയാണ് കേട്ടോ. സെപ്പറേറ്റ് ബോക്സ് എടുക്കണില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഒന്നും കൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ 2 ബോക്സ് എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്തിട്ട് അവർ കാറിൽ വന്നിട്ട് കൊണ്ടുപോയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം.